പക്ഷെ ഒരു കാര്യം ചോദിക്കാം, പക്ഷേ 6 digits അല്ലെങ്കിൽ 5 digits നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ഈസി മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോ? 500 ഡിവൈഡ് ചെയ്യാനല്ലേ? അത് നോർമൽ കേസിൽ ചെയ്യാൻ നമ്മളിവിടെ എഴുതി 5 എഴുതി ഓരോ നമ്പർ നോക്കി എഴുതാം. കുറച്ചുകൂടി ഈസി മെത്തേഡ് പെട്ടെന്ന് ആൻസർ കിട്ടി. ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാൾക്കും പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഏത് നമ്പർ തന്നാലും ആ നമ്പറിന്റെ ഡബിൾ എഴുതാം. എത്ര 6 എന്നല്ല 7ഓ 8ഓ 9 എത്ര ആയിക്കോട്ടെ. ഇതിപ്പോ 6 ഡിജിറ്റിലെ മാറ്റി ചോദിച്ചത് ഇതിന്റെ ഡബിൾ എഴുതാം. 2ന്റെ ഡബിൾ 4, 1ന്റെ ഡബിൾ 2, ഇവിടെ 6, 8, 4 വീണ്ടും 4. ഇവിടെ ഒരു വർക്ക് കഴിഞ്ഞു. ഇത് മാറ്റി ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ നമ്മുടെ ആൻസർ ആയി. ഏത് നമ്പർ ആയാലും ഇപ്പൊ ഡിജിറ്റുകളിൽ തന്നെ എത്രയാലും കുഴപ്പമില്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ഡബിൾ എഴുതിയിട്ട് ഇവിടെ നിന്ന് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ അത് ആൻസർ കറക്റ്റ് തന്നെ ആയിരിക്കും. അതിനൊരു എളുപ്പവഴി. ഈ മാഷിപ്പോ ചിലപ്പോ ഇപ്പൊ 50 ആയിരുന്നു ഇരിക്കുക, എന്തുകൊണ്ട് ചോദിക്കുമല്ലോ. 5ന്റെ വരെ 50 ആണെങ്കിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. നമ്മളൊരു 0 ഇവിടെ ആഡ് ചെയ്തു അല്ലെ 50 ആയില്ലേ. അപ്പൊ ഒരു ഡിജിറ്റിന് പകരം 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ അത് ആൻസർ ആയി. ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 5 മാത്രമാണെങ്കിൽ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട്, 50 ആണെങ്കിൽ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. അപ്പൊ അവിടെ 500 ആണെങ്കിൽ നമ്മൾ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്താൽ 500 ആണെങ്കിലോ അപ്പൊ എത്ര ഡിജിറ്റ്? 3 ഡിജിറ്റ്. ഗുഡ്. അപ്പൊ ഈ പോയിന്റ് ആയി. അപ്പൊ ആൻസർ ആയി. നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ട് കാര്യമില്ലെന്ന് ക്ലിയർ. 5 ആണെങ്കിൽ ഒരു ഡിജിറ്റ്, 50 ആണെങ്കിൽ 2 ഡിജിറ്റ്, 500 ആണെങ്കിൽ ഇപ്പോൾ 3 ഡിജിറ്റ് വന്നില്ലേ. അപ്പോ ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഒരെണ്ണം, 2 ഡിജിറ്റ് ആണെങ്കിൽ 2, ഇവിടെ 3 ഡിജിറ്റ് വന്നതുകൊണ്ട് ഇവിടെ പോയിന്റ് ഇട്ട മാഷ കറക്റ്റ് ആൻസർ. ഇവിടെ ഡൗട്ട് ചെയ്തില്ല. ഇങ്ങനെ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്, ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അത് വേണമെങ്കിൽ മാഷ് വേണമെങ്കിൽ പറഞ്ഞുതരാം. 500 ഡിവൈഡ് അറിയേണ്ടത്. അതിന് ഇത് അറിയണമെങ്കിൽ മുന്നൊരു കാര്യം അറിയേണ്ടതാണെങ്കിൽ ഇപ്പൊ ഒരു നമ്പർ ഇപ്പൊ ഒരു 3 ഡിവൈഡഡ് ബൈ 5/4 എന്ന് വിചാരിക്കും. ഈ 3 ഡിവൈഡഡ് ബൈ 5/4 പകരം നമ്മൾ ചെയ്യാൻ സാധിച്ചത് 3 ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. 4/5. 3 ഡിവൈഡഡ് ബൈ 5/4 എന്ന് വെച്ചാൽ 3 × 4/5 എന്നാണ് അർത്ഥം. അത് അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണേ. ഈ 5 എന്ന് പറയുന്നത് ആക്ച്വലി അത് 10/2 അല്ലേ. 5 എന്ന് പറഞ്ഞാൽ 10/2 5. അപ്പൊ 10/2 എന്ന് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അടുത്ത് വന്നിട്ട് × 2/10 അല്ലേ. ശരിയല്ലേ? അതവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മൾ വേറെ അത്ര ടഫ് ഒന്നുമില്ല. 5ന് പകരം നമ്മൾ എന്ത് ചെയ്തു? × 2/10 ആക്കി 2. അതായത് 5 എന്ന് പറഞ്ഞാൽ 10/2 ആണ്. 10/2 ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഞാൻ ഡബിൾ എടുക്കാൻ പറഞ്ഞാൽ മാത്രമല്ല, ശരിക്കും ചെയ്യേണ്ടത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഡബിൾ എടുക്കലല്ലേ. പിന്നെ 10 കൊണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് അവിടെ പോയിന്റ് വരും. അത്ര ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ മാഷെ 50 ചോദിച്ചതിനോട് അല്ലേ? ചോദിച്ചില്ലേ? 50 എന്ന് വെച്ചാൽ 100/2 അല്ലേ. അപ്പൊ അത് 2/100. മെത്തേഡ് തന്നെ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ക്ലിയർ. അപ്പൊ എങ്ങനെയും പഠിക്കാന്ന് ഡിവിഷൻ ഒന്ന് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ മെത്തേഡ് പഠിച്ചാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ മാത്രമല്ലോ കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ.